വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങേകാൻ സാലറി ചലഞ്ചുമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളമാണ് നൽകേണ്ടത്. എന്നാൽ സംഭാവന നിർബന്ധമല്ല. ജീവനക്കാരിൽ നിന്ന് സമ്മതപത്രം സ്വീകരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. സംഭാവന ട്രഷറിയിൽ പ്രത്യേക അക്കൗണ്ടായി സ്വരൂപിക്കും. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ 5 ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് അത് ഗഡുക്കളായിട്ടാണോ നൽകേണ്ടത്? നിർബന്ധമല്ല എന്ന് പറയുന്നു. വ്യവസ്ഥകൾ എങ്ങനെയാണ് ഉത്തരവ് പ്രകാരം? പ്രതീക്ഷ, ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന്റെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നതിനാണ് ഇത്തവണത്തെ സാലറി ചലഞ്ച്. സർക്കാർ, പൊതുമേഖലാ ബോർഡ്, സർവകലാശാല, എയ്ഡഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, ട്രിബ്യൂണലുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ ശമ്പള ചലഞ്ച് നടപ്പാക്കുന്നത്. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും നടപ്പാക്കിയ ശമ്പള ചലഞ്ചിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തേത്. കാരണം എല്ലാ സർവീസ് സംഘടനാ നേതാക്കളുമായി മുഖ്യമന്ത്രി ഒറ്റയ്ക്കായി ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ധാരണയുമാണ് ഈ 5 ദിവസത്തെ ചലഞ്ച് എന്നത്. എന്നാൽ നിർബന്ധമായും നിശ്ചിത ശമ്പളം നൽകണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടായി അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനവകുപ്പ് ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ കുറഞ്ഞത് 5 ദിവസത്തെ ശമ്പളമെങ്കിലും സംഭാവന ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആരെയും നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരാൾ പോലും ശമ്പള ചലഞ്ചിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയും ഈ ഉത്തരവിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശമ്പള ചലഞ്ചിന്റെ ഭാഗമാകാൻ ജീവനക്കാർക്ക് സമ്മതപത്രം നൽകും. ജീവനക്കാർ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ശമ്പളം രേഖപ്പെടുത്താനുള്ള സമ്മതപത്രമാണ് ഇങ്ങനെ നൽകുന്നത്. പിരിച്ചെടുക്കുന്ന ശമ്പളം ട്രഷറിയിൽ പ്രത്യേക അക്കൗണ്ടായി സ്വരൂപിക്കും. 5 ദിവസത്തെ ശമ്പളം നൽകുന്നവരിൽ നിന്ന് 3 ഗഡുക്കളായാകും സംഭാവന പിടിക്കുക. അതായത് സെപ്റ്റംബർ മാസത്തിൽ കിട്ടുന്ന ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്ന് 1 ദിവസത്തെ ശമ്പളം, തുടർന്നുള്ള 2 മാസങ്ങളിൽ 2 ദിവസത്തെ ശമ്പളം വീതം. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ ശമ്പള ചലഞ്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ 5 ദിവസത്തിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ജീവനക്കാർക്ക് മാസം 2 ദിവസം വീതമുള്ള 10 ഗഡുക്കൾ അനുവദിക്കുകയും ചെയ്യും. ഏതായാലും ജീവനക്കാർക്ക് PF ഫണ്ടിൽ നിന്ന് CMDRFിലേക്ക് പണം അടയ്ക്കാം. ഒപ്പം തന്നെ ആർജിത അവധി സറണ്ടർ ചെയ്തും ഈ ചലഞ്ചിന്റെ ഭാഗമാകാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് പ്രതീക്ഷ. അതായത് 5 ദിവസത്തിൽ കുറവ് ശമ്പളം സംഭാവന ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുമോ? ഇക്കാര്യമെല്ലാം സമ്മതപത്രം ലഭിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തത ഉണ്ടാകൂ. പ്രതിപക്ഷ സംഘടനകളുടെ നിലപാടും അത് അപ്പോൾ മാത്രമേ ഒരു നിലപാടും അറിയാൻ സാധിക്കൂ. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരം നൽകിയത്. വയനാടിന്റെ പുനരധിവാസത്തിനായി സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം നൽകണമെന്നാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.